എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞാൻ കുറച്ചധികം ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒരു ലൈക്ക് തരാനും വിട്ടുപോവല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു നല്ല അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇത് കഴിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ അവിടെ ഇവിടെയായിട്ട് കിടക്കുമ്പോൾ അത് ക്ലീൻ ചെയ്യലല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ തൊലി എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കളഞ്ഞെടുക്കാമെന്നും എവിടെയും പുറത്തേക്കൊന്നും ആവാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ കളഞ്ഞെടുക്കാമെന്നും കാണിക്കാം. ഞാനിതാ ഇതിൽ നിന്ന് അല്പം കപ്പലണ്ടി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ തൊലി നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാനിത് ഇതിൻ്റെ തൊലി നന്നായിട്ടൊന്ന് കൈ വെച്ച് കളഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനിതാ കൈ വെച്ച് നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ഇവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇതുപോലെ ഒരു അരിപ്പയുടെ കയ്യിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ തൊലി കളഞ്ഞിട്ടുണ്ടായിരുന്ന കപ്പലണ്ടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തൊലി ഇല്ലാതെ തന്നെ നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. മക്കൾക്കൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഇതുപോലെ നമുക്കിത് നന്നായിട്ട് വൃത്തിയായിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാനിത് കപ്പലിൻ്റെ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു കരുതുന്നു. ഈ ഒരു ടിപ്പ് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉറപ്പായി ഒരു ലൈക്ക് എന്നും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത ടിപ്സിലേക്ക് കടക്കാം. ഇതുപോലുള്ള സ്റ്റീൽ ബോട്ടിലുകൾ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവും അല്ലേ. അപ്പം മക്കളൊക്കെ സ്കൂളിലോട്ട് പോകുന്ന മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ 2-3 ദിവസം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ബാഡ് സ്മെല്ല് വരാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയുമെന്ന് നോക്കാം. എല്ലാവരുടെ വീടുകളിലും ഇതുപോലുള്ള ബോട്ടിലൊക്കെ കഴുകുന്ന ബ്രഷുകൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ടിപ്പാണ്. അതിനായിട്ട് ഞാനിത് ഇവിടെ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. ഞാനിത് ഇവിടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും അതുപോലെ തന്നെ ഒരു റബ്ബർ ബാൻഡും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലുള്ളൊരു കയ്യിലിൻ്റെ ബാക്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒന്ന് കെട്ടിവെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. നമുക്കിതൊന്ന് നന്നായിട്ട് ചുറ്റി കൊടുത്തതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലായിട്ട് ഞാൻ റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് താഴെയും കുറച്ച് മേലെയായിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ക്രബ്ബർ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിത് ഇതിൻ്റെ ബോട്ടിലിൻ്റെ അകത്തേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ പിട്ടിൻ്റെ ഉണ്ടയാണ്, നമ്മൾ പിട്ടുണ്ടാക്കുന്ന ഉണ്ടയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സ്റ്റീലിൻ്റെ ബോട്ടിൽ മാത്രമല്ല, നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലായാലും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. അടുത്ത ടിപ്പിലേക്ക് കടക്കാം. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ കുറേ നാൾ ഉപയോഗിക്കാതെ വെച്ചൊരു ഷൂസ് ആയിരുന്നു ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉള്ള ഷൂസുകൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചെരുപ്പ് രണ്ടും നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം വേണ്ടത് കേട്ടോ. അതിലേക്ക് ഞാൻ അല്പം സോപ്പിൻ്റെ ലിക്വിഡ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സോപ്പ് ലിക്വിഡ് നിങ്ങൾക്ക് എന്തെന്നായാലും കുഴപ്പമില്ല കേട്ടോ. ഷാമ്പു ആയാലും അതുപോലെ ഹാൻഡ് വാഷ് ആയാലും അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കൈ വെച്ച് നന്നായിട്ട് പതപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഷാമ്പു നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഹാർപ്പിക്കാണ്. ഹാർപ്പിക്കിൻ്റെ ലിക്വിഡ് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ലിക്വിഡ് നന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കൈ വെച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ 2 ചെരുപ്പും ഇതിലേക്കൊന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിതിപ്പോൾ വീഡിയോസ് എടുക്കേണ്ട ബുദ്ധിമുട്ട് കാരണം ഞാനിത് ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെരുപ്പ് നന്നായിട്ട് താഴ്ന്ന് കിടക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും വെയിറ്റുള്ളൊരു സാധനം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഒരു 10 മിനിറ്റത്തോളം ഇത് മാറ്റി ഒന്ന് വെക്കുന്നുണ്ട്. മൊത്തം ഞാനിതൊരു 15 മിനിറ്റോളം ഇത് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നമ്മുടെ ചെരുപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ചെരുപ്പ് കഴുകാനായിട്ട് ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ബ്രഷ് വെച്ച് ഉരച്ച് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെരുപ്പ് ഇത് നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. അടുത്ത ടിപ്പിലേക്ക് കടക്കാം. അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലുള്ള ലിക്വിഡുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതുപോലത്തെ കവറുകൾ ഉണ്ടാവുമല്ലേ വീട്ടിൽ. അപ്പോൾ നമ്മളിത് വലിച്ചെറിയുന്നതിന് മുന്നേ ഇത് വെച്ചുള്ളൊരു ടിപ്പാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ടാവും നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങളാണെങ്കിൽ പോലും. അപ്പോൾ ഞാൻ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാലൻസ് വന്ന ലിക്വിഡൊക്കെ ഉണ്ടാവും. അത് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ഞാൻ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളം ഞാനൊരു ബോട്ടിലേക്ക് ആക്കി വെക്കുന്നുണ്ട്.
അപ്പോൾ ഇതെനിക്ക് ഇത്രയും ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തുണി കഴുകുന്ന സമയത്ത് ഇത് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിതാ ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് പോവാണ്. ഞാനിത് ഇതിന്ന് ക്യാപ്പിട്ട് നന്നായി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കവർ ഉണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അല്പം പോലും സോപ്പ് ഇല്ലാണ്ട് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് അല്പം വെള്ളം ഒന്ന് നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളിപ്പോൾ അത്യാവശ്യം പിക്നിക്കിനും അതുപോലെ തന്നെ നമ്മൾ ഇവിടെയൊക്കെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്കിങ്ങനെ ഇടയ്ക്ക് കൈയൊക്കെ കഴുകേണ്ടി വരും അല്ലേ, അത് ചോക്ലേറ്റ് കഴിച്ചിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലെ ലിക്വിഡിൻ്റെ കവറിൽ ഇതുപോലെ വെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്ക് മക്കളെ കൈ കഴുകിക്കാനും അത്യാവശ്യം നമുക്കൊക്കെ പുറത്ത് പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് കൈ കഴുകാനൊക്കെ ഉപയോഗിക്കാം. ഇതാകുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ്. നമ്മുടെ ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകാനും പറ്റും. ലീക്കാവുന്നുള്ള പേടിയോ ഒന്നും വേണ്ട, നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് ഉപയോഗിച്ച് കാണിച്ചു തരാം. ഇതുപോലുള്ള സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഒട്ടും സോപ്പില്ലാതെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ അതിൻ്റെ ക്യാപ്പ് അഴിച്ചിട്ട് കൈ ഒന്ന് കഴുകി കാണിച്ചു തരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാധനം ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമുക്കിതൊരു പില്ലോ ആയിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതൊരു തുണി ഒന്ന് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് കടക്കാം. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള ചൂലുകൾ പുതുതായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അകത്തൊക്കെയും പൊടികളായിരിക്കും അല്ലേ, അതിൻ്റെ ഒരാഴ്ച ആയപ്പോലും അതിൻ്റെ പൊടികൾ പോവില്ല. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് നന്നായിട്ട് കളഞ്ഞെടുക്കാമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളിവിടെ തുണി കഴുകാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ബ്രഷാണ്. അപ്പോൾ ഞാൻ ഈ ബ്രഷ് വെച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വലിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും വലിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചൂട് നമ്മളിപ്പോൾ അത്യാവശ്യം കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് പോലും ഇത്രയും പൊടികൾ നമുക്കിത് കളഞ്ഞ് എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വീഡിയോസിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഉപയോഗിച്ചതുകൊണ്ടാണ് ഇത്രയും പൊടികൾ മാത്രം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വാങ്ങിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൊടികൾ കളഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. അടുത്ത ടിപ്പിലേക്ക് കടക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ അത്യാവശ്യം കല്യാണത്തിനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഈ സേഫ്റ്റി പിൻ ഉപയോഗിക്കുമ്പോൾ ഇത് ചില സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് തുണികൾ കയറും അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ ഒരു നേരിയ സിൽക്കിൻ്റെ തുണികളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് കയറി ഇതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ബീഡ്സ് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തുണി അകത്തോട്ട് കയറുന്ന ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കാം.